ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനോ ദോശ തവയോ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ സാധാരണ ദോശമാവ് ഒരു തവി എടുത്തിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് കനം കുറച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് തന്നെ വേണം കേട്ടോ, എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾ നെയ്യിന് പകരം ഓയിലോ അങ്ങനെയൊന്നും ചേർക്കരുത്. ആവശ്യത്തിന് നല്ല പോലെ അതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നമുക്ക് ക്യാരമലിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പഞ്ചസാര അത്ര ഹെൽത്തി ഒന്നുമല്ല കേട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഈ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നെയ്യും ഈ ഒരു പഞ്ചസാരയും കൂടെ ചൂടാകുന്ന സമയത്ത് പഞ്ചസാര ക്യാരമൽ ആയിക്കോളും. അപ്പോൾ നമുക്ക് ദോശയ്ക്ക് ആ ഒരു ക്യാരമൽ ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെയാണ് കേട്ടോ. കഴിക്കാൻ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റായി എന്ന് കണ്ടാലും നമുക്ക് ദോശ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ദോശയാണ്. അപ്പോൾ ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയൂല, എന്താ വെച്ചാൽ പഞ്ചസാര ചേർത്ത കാരണം. എന്നാലും നമുക്ക് സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മാവൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഞാനിതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ എപ്പോൾ നോക്കിയാലും ഈ ഒരു ദോശയുടെ റെസിപ്പിയാവും നിങ്ങൾ കാണുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.